ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ചിന്തയിലെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ദൈവത്തിന് തൻ്റെ മക്കളെക്കുറിച്ച് കരുതലുണ്ട് എന്നുള്ള ആശ്വാസകരമായ സത്യത്തെ വെളിപ്പെടുത്തുന്ന ധാരാളം വേദപുസ്തക കഥകൾ നമ്മുടെ വചനത്തിലുണ്ട്. ഹാഗാറിൻ്റെയും ഇസ്മായിലിൻ്റെയും കഥകൾ എല്ലായിടങ്ങളിലുമുള്ള ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് സാക്ഷിക്കുവാനായി സാധിക്കും. പശ്ചിമാഫ്രിക്കയിൽ മാലി എന്ന രാജ്യത്തുള്ള ഒരു ക്രിസ്തീയ യുവതിയായിരുന്നു ഔറക്കിയ. ചില വർഷങ്ങൾക്ക് മുൻപ് അവളുടെ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചതായ പിതാവ് അവളെക്കാൾ പ്രായക്കൂടുതലും മൂന്ന് ഭാര്യമാരുമുള്ള ഒരാളിനെ വിവാഹം കഴിക്കുവാൻ അവളെ നിർബന്ധിച്ചു. അയാൾക്ക് അതിഷ്ടമുണ്ടായിട്ടല്ല, തൻ്റെ അവിശ്വാസിയായ ഭാര്യയുടെയും മറ്റുള്ളവരുടെയും സമ്മർദ്ദത്തെ ചെറുത്ത് നിൽക്കുവാൻ കഴിവില്ലാതെയാണ് അയാൾ അങ്ങനെ ചെയ്തത്. ആദ്യകാലത്ത് ഈ വിവാഹബന്ധത്തിൽ പ്രവേശിക്കയില്ലെന്ന് ഔറക്കിയ ശഠിച്ചു. എന്നാൽ ഒടുവിൽ 1979 മാർച്ച് മാസത്തിൽ അവൾക്ക് തൻ്റെ അമ്മയുടെയും ബന്ധുക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. പക്ഷേ ദൈവം അവളെ കൈവിട്ടില്ല. ഭൂതപ്രേതാദികളെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി ആ ഗ്രാമത്തിൽ പതിവായി നടത്താറുണ്ടായിരുന്ന പ്രാകൃത നൃത്തത്തിൽ അവരുടെ ഇടയിലുള്ള ക്രിസ്ത്യാനികളായ യുവജനങ്ങൾ പങ്കെടുക്കയില്ലെന്ന് ശഠിച്ചതുമൂലം ആ സമൂഹത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കി. ഈ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ആ സന്ദർഭത്തിൽ ഔറക്കിയുടെ പിതാവ് ധൈര്യപൂർവ്വം ആ യുവവിശ്വാസികളുടെ നിലപാടിനെ സാധൂകരിച്ചു. അയാൾ യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷാമാർഗത്തെ വിശദീകരിക്കുകയും അവനിൽ വിശ്വാസവും അവനോട് ഭക്തിയുമുള്ളവർക്ക് വിഗ്രഹാരാധനക്കാരുടെ നടപടികളിൽ പങ്കെടുക്കുവാനോ അവരുടെ സമ്പ്രദായങ്ങളോട് യോജിക്കുവാനോ സാധ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ആ യുവതിയെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന മനുഷ്യൻ കൂട്ടത്തിൽ നിന്ന് മാറി ഒരിടത്ത് തനിയെ ഇരിക്കുകയായിരുന്നു. അയാൾ ഇത് കേട്ടപ്പോൾ ക്രിസ്തീയ വിശ്വാസിയായ ഔറക്കിയ തൻ്റെ ഭാര്യയായി തീരുന്നത് അവൾക്ക് ഒരിക്കലും സന്തോഷകരമായിരിക്കയില്ല എന്ന് ബോധ്യമായി. അതുകൊണ്ട് ആ വിവാഹ കരാർ അയാൾ റദ്ദാക്കി. ഔറക്കയ്ക്ക് അയാളെ വിവാഹം കഴിക്കേണ്ട ആവശ്യം ഉണ്ടായതുമില്ല. ദൈവം തൻ്റെ പൈതലിന് വേണ്ടി ഈ കാര്യത്തിൽ അത്ഭുതകരമായ വിധത്തിൽ ഇടപെടുകയാണ് ചെയ്തത്. അതേ പ്രിയമുള്ളവരെ, സ്വർഗീയ പിതാവ് ഹാഗാറിനെ കാത്തു സൂക്ഷിച്ചു, ഔറക്കിയെ കാത്തു സൂക്ഷിച്ചു. ദൈവം നിങ്ങളെയും അപ്രകാരം കാത്തു സൂക്ഷിക്കും. ദൈവത്തിൻ്റെ മേൽ നമ്മുടെ എല്ലാ ചിന്താകുലവും ഇട്ടുകൊള്ളുവാനാണ് നമ്മളുടെ ഇന്നത്തെ വേദഭാഗം നമ്മളോട് സംസാരിച്ചത്. നമ്മെ കാത്തു സൂക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ ജോലിയാണ്. അങ്ങനെയെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാം, അവൻ നമ്മൾക്കായി കരുതുന്നതാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും കർത്താവിൻ്റെ മേൽ നമുക്ക് ഇടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ സകല ചിന്താകുലവും ഞങ്ങളുടെ സകല ഭാരവും അങ്ങയുടെ മേൽ ഇടുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ ആഹ്വാനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ ജീവിതത്തിൻ്റെ തിരക്കേറിയ സന്ദർഭങ്ങളിൽ കർത്താവെ, ഞങ്ങളുടെ മനസ്സിനെ നിരാശപ്പെടുത്തുന്നതും ഞങ്ങളുടെ മനസ്സിനെ ഒറ്റപ്പെടുത്തുന്നതുമായിട്ടുള്ള എല്ലാ സകലവിധമായ ചിന്തകളിൽ നിന്നും കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി ആത്മീയ നിറമുള്ളവരായി ആത്മീയ ചിന്തകളാൽ ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഇന്നത്തെ വചന കേൾവിയിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.